നമസ്കാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി വിവാദങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ശശി തരൂർ. ഇതിലൊക്കെ ഉപരിയായി തരൂർ എഴുതിയ ലേഖനമാണ് തീപ്പൊരികൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ശശി തരൂർ എംപിക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ഇതാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. ദില്ലിയിലെത്തിയാണ് നേതാക്കൾ അദ്ദേഹത്തെ കണ്ടത്. തരൂർ പരിപാടിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തരൂർ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പരിപാടികൾ പങ്കെടുക്കേണ്ടതുണ്ടെന്നാണ് വിവരം. അതേസമയം തരൂരിന് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ആരൊക്കെയോ ഭയന്നിട്ടാണ് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതെന്നും അഭിപ്രായങ്ങൾ ഉണ്ട്. അതേസമയം കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം വളരെ വിവാദമായിരുന്നു. സംസ്ഥാനം നേടിയ പൊതുപുരോഗതി, സ്റ്റാർട്ടപ്പിൽ ലോകത്ത് തന്നെ മികച്ച പുരോഗതി, നിക്ഷേപ സൗഹൃദ രംഗത്ത് 1ാം സ്ഥാനം എന്നിവയാണ് തരൂർ ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് കോൺഗ്രസ് നേതാക്കളിൽ അനിഷ്ടമുണ്ടാക്കുകയും ചെയ്തു. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി പരസ്യ അഭിപ്രായം രേഖപ്പെടുത്തിയ ശശി തരൂരുമായി ദില്ലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ കൂടാതെയായിരുന്നു ചർച്ചകൾ. ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ പിണറായി സർക്കാർ വ്യവസായ രംഗത്ത് കൈവരിച്ച നേട്ടത്തെക്കുറിച്ചുള്ള ലേഖനം വിവാദമായതിന് പിന്നാലെ ശശി തരൂർ എംപിയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയതും ഇപ്പോൾ പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. കേരള സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ലേഖനം കോൺഗ്രസിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് തരൂരിനെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ശശി തരൂരിന്റെ നിലപാടിനെതിരെ അതൃപ്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ പ്രകീർത്തിച്ചും പിണറായി സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രശംസിച്ചും നടത്തിയ പ്രതികരണങ്ങൾ വിവാദമായിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ശശി തരൂർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവന പാർട്ടി നിലപാടല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി പവൻ ഖേര വിശദീകരിച്ചിരുന്നു. എന്നാൽ മറ്റ് നേതാക്കൾ ആരും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തരൂരിന്റെ വിശാല നിലപാടുകൾ മുൻപും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഇടയിലും ശശി തരൂരിന്റെ ചില നിലപാടുകളിലും പ്രവർത്തികളിലും ഇപ്പോഴും അവ്യക്തതകൾ ഉണ്ടെന്നാണ് സത്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com